ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം പുറത്ത് നല്ല മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം സമയം 7 മണിയായി. നമ്മൾ ജിമ്മിന് പോകാൻ ഇറങ്ങിയതാണ്. നമ്മളുടെ സാധാരണ ടൈം എന്ന് വെച്ചാൽ 4 മണി ആ സമയത്തായിരുന്നു നമ്മൾ ജിമ്മിന് പോകുന്നുണ്ടായത്. പക്ഷേ ഇന്ന് വർക്കും പിന്നെ ഒരു വ്ളോഗും എഡിറ്റ് ചെയ്യാനുണ്ടായതുകൊണ്ട് കാരണം നമ്മൾ ലേറ്റായി. നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷ് വർക്കൗട്ടാണ്. നമുക്കത് ചെയ്യാനായിട്ട് ജിമ്മിലേക്ക് പോവാം. എനിക്കറിയില്ല വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന്, കാരണം തിരക്കുണ്ടോയെന്നും അറിയില്ല. കാരണം നമ്മൾ 4 മണി സമയത്ത് പോകുമ്പം ജിമ്മിൽ പൊതുവേ തിരക്കുണ്ടാവാറില്ല. അപ്പം ഇപ്പോൾ 7 മണി സമയമായിട്ട് തന്നെ എല്ലാവരും ജോലി കാര്യങ്ങൾ, വർക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂള് കോളേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ വരുന്നൊരു സമയമാണ്. അതായത് ഇപ്പം 7 മണി മുതൽ എല്ലാവർക്കും ഫ്രീ ടൈം ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ജിമ്മിലേക്ക് പോകാം. ജിമ്മിലെത്തി. അപ്പം പുറത്ത് നല്ല മഴയാണ്. ഞാൻ വരുന്ന വഴിക്ക് നല്ല മഴ കിട്ടി. കുറച്ച് നനഞ്ഞു. കോട്ടുണ്ടായതുകൊണ്ട് അധികം കുളിച്ചില്ല. അതായത് 100 രൂപയുടെ കോട്ട് എന്ന് വെച്ചാൽ നല്ല ഉപകാരമുള്ള കോട്ട. ഓക്കെ, നോട്ട് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. പൊതുവേ 4 മണിക്ക് വരുന്നതുകൊണ്ട് തിരക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇന്ന് നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. 22 പുഷപ്സാണ് നമ്മൾക്ക് പോയത്. അതുപോലെ തന്നെ 5 പുള്ളപ്പ്. അപ്പം നമുക്ക് ഇന്ന് എത്ര എടുക്കാൻ പറ്റും നോക്കാം. ഇന്നും അതേ കൗണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുക. ചിലപ്പോൾ അതിൽ കുറഞ്ഞോ കൂടിയോ വരാം. ഓക്കെ, നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വർക്കൗട്ട്, എന്നത്തെയും പോലെ ഫസ്റ്റ് വർക്കൗട്ട് വെച്ചാൽ ചെസ്റ്റ് പ്രഷർ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച 15 കിലോ ഇട്ട്, അപ്പോൾ ഈ ആഴ്ച സെയിം വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് എത്ര പോകുമെന്ന് നോക്കാൻ പോവാണ്. അപ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. വേറൊരു കാര്യമുണ്ട്. ഇത്ര നാൾ നമുക്ക് 5 പുള്ളപ്പേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ 8 പുള്ളപ്പ് എടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയ, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ പറ്റിയ, അതും ഒരു അച്ചീവ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ ഇതിൽ 17 അരയിട്ടടിച്ച് തീർന്നെന്ന് വെച്ചാൽ തീർന്നു. ഇതുവരെ ഞാൻ 17 അര ലിറ്റർ ആയില്ല, മാക്സിമം 15. അയ്യോ കഴിച്ചപ്പം നമ്മളെ 3ാമത്തെ വർക്കൗട്ട് ഫ്ലൈസാ. ഇപ്പോൾ ജേഴ്സി ഇട്ട് കളിക്കാൻ ഭയങ്കര സുഖം. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇനി മുതൽ ജേഴ്സി കുറേ വാങ്ങാം.
അപ്പം നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ട് ഷോൾഡർ പ്രസ്. ഇതാണ്. ഇതിന് എത്ര പോലെന്ന് അറിയില്ല. മാക്സിമം അടിക്കാൻ നോക്കണം. പോയിക്കോ പോയിക്കോ. Last, come on. നമ്മളെ ബോഡി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമ്മതിക്കില്ല എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ നമ്മളെ ബോഡീനെ പുഷ് ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ഗൈസ്, അപ്പം ജിമ്മിൽ നിന്ന് വന്നിപ്പോൾ കയറിയതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു, പകുതി നനഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് ചെയ്തതെന്ന് വെച്ചാൽ പുഷ് വർക്കൗട്ടാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെസ്റ്റ് പ്രസ്സും, അത് കഴിഞ്ഞ് ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ്, പിന്നെ ഫ്ലൈസ്, പിന്നെ 2 ഷോൾഡറിന് വർക്കൗട്ട് കൊടുത്തായിരുന്നു. അതൊന്നെന്ന് വെച്ചാൽ ഷോൾഡർ പ്രസ്സും പിന്നെ ലാറ്ററൈസ്. അതുപോലെ തന്നെ നമ്മൾ ട്രൈസെപ്സിന് 2 വർക്കൗട്ടും കൂടെ കൊടുത്തിട്ട് നമ്മൾ വർക്കൗട്ട്, ഇന്നത്തെ വർക്കൗട്ട് പുഷ് ഡേ കഴിഞ്ഞു. ഗൈസ്, അപ്പോൾ ഇന്ന് ജിമ്മിൽ തിരക്ക് കൂടിയോണ്ട് തന്നെ എനിക്ക് മര്യാദക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം വരും ദിവസങ്ങളിൽ ഇനി ഞാൻ നേരത്തെ പോകാൻ ട്രൈ ചെയ്യാം. ഇന്ന് എങ്ങനെയും ആവാത്തത് കൊണ്ടാണ്. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും എത്ര നമ്മൾ പ്രയത്നിച്ചാലും നമുക്ക് പറ്റാത്തൊരു ദിവസമുണ്ട്. അതായത് വർക്ക് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കാവാം. അപ്പോൾ അതുകൊണ്ട് മാത്രം പറ്റിയില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ആലപ്പുഴയിലെ ഓണപ്പരിപാടി എന്ന് പറയുമ്പം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ട്രേഞ്ചേഴ്സിൻ്റെ പരം, അതായത് എനിക്ക് പോലും അറിയാത്ത, എന്നെ അറിയാത്ത ആൾക്കാരുടെ കൂടെ ഓണം ആഘോഷിക്കുന്നത്. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ. അതായത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും സംസാരിക്കാറില്ല, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുമില്ല പുറത്തുനിന്നില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലില്ല, പുറത്തുനിന്നില്ല ആൾക്കാരോട്. അപ്പം എനിക്ക് അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതായത് ഒരു സ്ട്രേഞ്ചേഴ്സായ കുറച്ച് ആൾക്കാരുടെ കൂടെ സംസാരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഒരേ മൈൻഡ് സെറ്റുള്ള, അതായത് ഒരേ വൈബായിട്ടുള്ള ആൾക്കാരെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയുള്ള ആൾക്കാരായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് നമ്മൾ 2 ദിവസമേ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. 1ാമത്തെ ദിവസം തന്നെ ഇത്രയും കമ്പനി ആവുന്ന ആൾക്കാർ ഉണ്ട് എന്ന് ഞാനിപ്പോൾ കാണുന്നത്. സോ എല്ലാവരും അടിപൊളിയായിരുന്നു. സോ നമ്മൾ ആഘോഷിച്ചങ്ങ് കലക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളി, ഒന്നിനൊന്ന് വെച്ചും ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, സോ പരിപാടി കഴിഞ്ഞിട്ട് എന്തോ പോലെ ഒരു രസമില്ല. അത്രയും നല്ല ആൾക്കാരും അത്രയും നല്ല മൈൻഡ് സെറ്റുള്ള വൈബുള്ള ആൾക്കാരായിരുന്നു വന്നത്. അപ്പം നിങ്ങളിനി മസാല ട്രിപ്സിൻ്റെ എന്തെങ്കിലും ക്യാമ്പിനോ കാര്യങ്ങളിലോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മസാല ട്രിപ്സിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, സോ
ഞാൻ വരാൻ പറ്റുമെങ്കിൽ വരും ഗൈസ്. ഓക്കെ, നമുക്ക് വീണ്ടും പൊളിക്കണം. ആലപ്പുഴയിലെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം നമ്മൾ ഓണാഘോഷിച്ച എല്ലാ വ്ളോഗ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അവിടെ ആലപ്പുഴ എത്തുന്നതും അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരോട് സംസാരിക്കുന്നതും മീറ്റ് ചെയ്യുന്നതും പേര് വയ്ക്കുന്നതുമായ വ്ളോഗായിരുന്നു. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തത് വെച്ചാൽ നമ്മൾ ഓണപ്പരിപാടിയുടെ തലേ ദിവസത്തെ കാര്യങ്ങൾ, അതായത് നമുക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പം ആ വ്ളോഗൊക്കെ നല്ല കോമഡി വ്ളോഗാണ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് നമ്മുടെ ഓണപ്പരിപാടിയുടെ വ്ളോഗ്. ഓക്കെ, സോ അത് നിങ്ങൾ മിസ് ചെയ്യണ്ട. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാം. അപ്പം ഇപ്പം സമയം 9:37 നമ്മൾ ഇത്ര വൈകാറുമില്ല, അതുപോലെ തന്നെ ഇത്ര വൈകിട്ട് ജിമ്മിന് പോകാറുമില്ല. നമ്മൾ 7 മണി 7:30 ആ സമയത്തായിരുന്നു ജിമ്മിന് പോയത്. ഇപ്പം തിരിച്ചെത്തുമ്പോൾ വ്ളോഗൊക്കെ ചെയ്ത് തിരിച്ചെത്തുമ്പോൾ ഇപ്പം 9:30 കഴിഞ്ഞു. ഓക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ കിടക്കാൻ പോകണം. അത് കഴിഞ്ഞ് നമ്മളെ എപ്പോഴും ഇല്ല റുട്ടീൻ പോലെ രാവിലെ എണീക്കുക, വർക്ക്, അങ്ങനെ പോകും. എപ്പോഴും എനിക്കറിയാം, എപ്പോഴും വർക്കൗട്ട് വീഡിയോസ് കാര്യങ്ങളാകുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ നോക്കാം എന്നെക്കൊണ്ടാവുന്നത് പോലെ. ഈ വ്ളോഗ് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.